ടെൻഷൻ അടിക്കാതിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു 1.5 മാസത്തെ കാര്യവും കൂടെ ഉള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചവിട്ടി പിടിച്ച് അതൊന്ന് കഷ്ടപ്പെട്ട് പഠിക്കുക. കാരണം ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കടാ. കാരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് നല്ലതല്ലേ നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? അപ്പോൾ എൻ്റെ പേര് ശില്പ. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അയ്യോ, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഇപ്പോൾ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ തിയറിയും പ്രാക്ടിക്കലിനും ഒക്കെ വേണ്ടിയിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തതായിരുന്നു. മാത്രമല്ല, എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പറയാനുള്ളതാ. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഫിസിക്സിന് ആ രീതിയിൽ പഠിക്കണം, കെമിസ്ട്രി ഈ രീതിയിൽ പഠിക്കണം, ബയോ ആ രീതിയിൽ പഠിക്കണം. അപ്പോൾ ഒരു ആവർത്തന വിരസത ഉള്ളതുകൊണ്ടാണ് കുറച്ച് നാൾ ഒരു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാതൊന്നും ഇരുന്നത്. പിന്നെ കുറച്ച് ദിവസങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, ചേച്ചി ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്തിലെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമോ? കാരണം യൂട്യൂബ് എടുക്കുമ്പോഴത്തേക്കും ചേച്ചിയുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് യൂട്യൂബിൽ വേറെ പല വീഡിയോസും കാണാനായിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുന്നവരോട് എനിക്കിപ്പോൾ പറയാനുള്ളത്, മര്യാദയ്ക്ക് പോയിരുന്ന് പഠിച്ചോണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു മാസത്തെ കാര്യം കൂടെ ഉള്ളൂ. ഒരു മാസത്തെ സ്ട്രഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആവുകയാണ്. എന്തൊക്കെ പറഞ്ഞാൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ, ഒരു ഓഗസ്റ്റ് ഒക്കെ ആവും. അപ്പോഴത്തേക്ക് അത്രയും കാലം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യാതിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ സ്റ്റഡീസിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്നതായിട്ട് എനിക്ക് വരുന്ന മെസ്സേജസിലൂടെ തോന്നി. പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നവരോട് ഞാൻ നിങ്ങളുടെ മെസ്സേജസ് ഇങ്ങനെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ തിരക്കിൽ കുറച്ച് മെസ്സേജൊക്കെ ഞാനിങ്ങനെ കാണാത്തതായിട്ടുണ്ടായിരുന്നു. ഒരു 10-20 കൂടുതൽ റിക്വസ്റ്റ് അതിനകത്തിൽ വന്ന് കിടപ്പുണ്ട്. ഞാൻ നിങ്ങളുടെ മെസ്സേജസിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നലെ ഞാൻ കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും കൂടെ കണ്ടിട്ട് നമ്മളതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു 1.5 മാസത്തെ കാര്യവും കൂടെ ഉള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചവിട്ടി പിടിച്ച് അതൊന്ന് കഷ്ടപ്പെട്ട് പഠിക്കുക. കാരണം ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കടാ. കാരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് നല്ലതല്ലേ നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക. ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഇപ്പോഴേ ടെൻഷനാണ്. ഞാൻ എൻ്റെ പേരൻസിനോട് എന്ത് പറയും, ഞാൻ നാട്ടുകാരോട് എന്ത് പറയും? നാട്ടുകാരെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പേരൻസിനോട് എന്ത് പറയും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ പഠിക്കാതിരുന്നിട്ട് നിങ്ങൾ ഉഴപ്പിയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാതിരിക്കുമ്പോഴല്ലേ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ കുറ്റം പറയുന്നത്. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുന്നത് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റം പറയാൻ അവർക്ക് തോന്നുമോ? ഞാൻ ചോദിക്കുക, നിങ്ങളെ കുറ്റം പറയാൻ അവർക്ക് തോന്നുന്നു? നിങ്ങളിങ്ങനെ ഉറക്കമുളച്ച് രാവിലെ 4 മണിക്കും 3 മണിക്കും ഒക്കെ അലാം വെച്ച് പഠിക്കുന്നതും 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്നതൊക്കെ കാണുമ്പം അവർക്ക് നിങ്ങളെ ഇങ്ങനെ കുറ്റം പറയാനായിട്ട് തോന്നുന്നു. നീ പഠിക്കാത്തത് കൊണ്ടാണ് നിനക്ക് കിട്ടാത്തത് എന്ന് അവർക്ക് ഒരിക്കലും പറയാനായിട്ട് തോന്നത്തില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടഫ് എക്സാം ആണെന്നുള്ളൊരു ഫാക്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ വിചാരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പേരൻസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ വീട്ടിലൊരു ഡോക്ടറോ അങ്ങനത്തെ ഉള്ള ഒരാൾ ഇല്ലാത്തൊരു ഫാമിലിയാണ്, അതായത് വീട്ടിൽ നിന്ന് ആരും റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഫാമിലി ആണെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളുടെ പേരൻസിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പോൾ ബ്രില്യൻറ്റിലോ സൈലത്തിലോ ഒക്കെ ജോയിൻ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും 10th ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവും, 11th 12th ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു പെർഫെക്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ളൊരു ടാഗുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ പേരൻസ് നിങ്ങളിൽ നിന്ന് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് പോകും. അത് നമ്മളുടെ ആ ഒരു സൊസൈറ്റിയുടെ പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ 300 മാർക്ക് മേടിക്കുന്നതും 400 മാർക്ക് മേടിക്കുന്നതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുന്നത് അവർ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിൽ ചിന്തിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഉഴപ്പുന്നുണ്ടാവും, നിങ്ങൾ കിടന്നുറങ്ങുന്നുണ്ടാവും, അങ്ങനെയൊക്കെ. അതൊക്കെ നമുക്കിപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് നാളുകൂടെ കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് പോകും. അപ്പം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒന്ന് ആശ്വസിക്കുക. നിങ്ങളുടെ പേരൻസിന് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ കാണാതൊക്കെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും. നിങ്ങൾ പരമാവധി നിങ്ങളുടെ പേരൻസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇത് ഇത്ര ടഫാണെന്നുള്ളൊരു ഫാക്റ്റ് അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം കൂടെ ഒറ്റയടിക്ക് കേൾക്കുമ്പോഴായിരിക്കും അവരും കൂടെ കൺഫ്യൂസ്ഡ് ആവുന്നത്. ഇത്രയും നന്നായിട്ട് പഠിച്ചിരുന്ന കൊച്ചിന് എന്താ ഇത്രയും മാർക്ക് കിട്ടാത്തത് എന്നുള്ളത്.
എന്തായാലും നമ്മളുടെ പേരൻസ് അല്ലേടാ, അവർ നമ്മളുടെ നമുക്കിപ്പോൾ എന്ത് മോശം വന്നാലും അവർ നമ്മളുടെ കൂടെ നിൽക്കും. ശരിക്കും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ ഉഴപ്പാനായിട്ട് നിൽക്കരുത്. ഉഴപ്പുന്നതല്ലെന്ന് എനിക്കറിയാടാ, നിങ്ങൾ ചിലപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് ആ ഒരു രീതിയിലോട്ട് എത്താൻ പറ്റാത്തതായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചൊരു പാറ്റേണോ കാര്യങ്ങളോ ഒന്നുമല്ല നീറ്റ്, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ അത്രയും ടഫ് ആയിരിക്കത്തില്ല നീറ്റ്. ഇൻ കേസ് ടഫ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. കാരണം കട്ട് ഓഫ് കുറയും, നിങ്ങളുടെ റാങ്ക് ഇമ്പ്രൂവ് ആവും, അങ്ങനെയൊക്കെ. ഇപ്പോൾ 450 മാർക്ക് നിങ്ങൾ ടഫായിട്ടുള്ളൊരു എക്സാമിന് മേടിക്കുവാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ ഒരു 4000 5000 ആയിരിക്കും കേരള റാങ്ക്. അതേസമയം അത് ഈസി ആയിട്ടുള്ളൊരു എക്സാം ആണെങ്കിൽ അതൊരു 11,000 12,000 ഒക്കെ പോവും. മനസ്സിലായി? അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ടഫാണെങ്കിലും ഈസി ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇപ്പോൾ ടഫാണെങ്കിലും ഞാൻ എങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. എടാ, ടഫാണെങ്കിലും നിങ്ങളിപ്പോൾ ബ്രില്യൻറ്റിലോ സൈലത്തിലോ ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും അതിനകത്ത് ചോദിക്കുന്നത്. ടഫാണെങ്കിൽ പോലും ടഫാണെങ്കിൽ എല്ലാം കൂടെ അങ്ങ് ടഫായിരിക്കും എന്നല്ല, അതിനകത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വയസ്സായിട്ടൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്നൊരു കാര്യമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ MBBS മാത്രമല്ലല്ലോടാ, കോഴ്സ് താഴെ ആയുർവേദമുണ്ട്, BDS ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നാം, അതായത് എനിക്ക് MBBS അല്ലാതെ വേറൊരു കോഴ്സും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BDS എടുക്കുന്നവരോ ആയുർവേദം എടുക്കുന്നവരോ ഒക്കെ അവർ 100% ഇഷ്ടം കൊണ്ട് എടുക്കുന്നവരല്ല. അവരിപ്പോൾ MBBSന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് അവർക്ക് ഇൻ കേസ് അത് കിട്ടാതാവുമ്പോൾ അവർ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരു ഫേസ് അല്ല. ഇപ്പോൾ നിങ്ങൾ MBBS കിട്ടുന്നു ഉള്ള രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ട് പോകുന്നൊരു സമയമാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ ഇപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് മെൻ്റലി പ്രിപ്പയർഡ് ആവാനും ഇനി ഒരു വട്ടം കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ അങ്ങനെയുള്ളൊരു ചിന്തകളിലൂടെയൊക്കെ പോകാനുള്ളൊരു സമയം നിങ്ങൾക്ക് അപ്പോൾ ഉണ്ട്. ഇപ്പം നിങ്ങൾ തൽക്കാലം അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. എന്തായാലും എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല എന്ന് വിചാരിച്ച് അടച്ചു വെച്ച് ഞാൻ അടുത്ത പ്രാവശ്യം നോക്കിക്കോളാം അങ്ങനത്തെ ചിന്താഗതിയിലൂടെയൊന്നും നിങ്ങൾ പോകാതിരിക്കുക. കാരണം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. അതാകുമ്പോൾ നമുക്ക് ബാക്കി അതായത് ഇപ്പോൾ ഒരു വട്ടം പഠിച്ചൊരു കാര്യങ്ങൾ പിന്നെ പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ട് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇതാക്കുക. പിന്നെ ഈ നാട്ടുകാരെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. നാട്ടുകാർ എന്നെ പറ്റി എന്ത് പറയും അതൊന്നും ചിന്തിക്കേണ്ട. കാരണം ഈ നാട്ടുകാരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളല്ല. ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് കിട്ടാത്തപ്പോഴത്തേക്ക് എന്നെ എന്തൊക്കെ പറഞ്ഞ ആളുകളുണ്ടെന്നറിയോ. എന്നിട്ട് എനിക്കിപ്പം MBBS അഡ്മിഷൻ കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹമൊക്കെ ധരിച്ചു വരുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓണ്ടിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നിങ്ങൾ അവരെ ഒന്നും മൈൻഡ് ആക്കണ്ട. അവരൊക്കെ ഏത് വഴിയോ പൊക്കോട്ടെ. ഇന്ന് നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ നാളെ വേറൊരാളെ കിട്ടുമ്പോൾ അവർ നിങ്ങളെ മറന്നോളും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കും. കൂളായിട്ടിരിക്കടാ. നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നത് ഈ ഒരു മാസം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഉറക്കമൊക്കെ കുറച്ച് കുറയ്ക്കുക. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. കുറയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് 1-2 മണിക്കൂർ ഉറങ്ങുക അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 5-6 മണിക്കൂറൊക്കെ ഉറങ്ങുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പരമാവധി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. കാരണം ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മൊമെൻ്ററി ആയിരിക്കും. മനസ്സിലായോ? അതേസമയം നിങ്ങൾ സെൽഫായിട്ടുള്ളൊരു മോട്ടിവേഷൻ കണ്ടെത്തുകയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാർക്ക് മേടിച്ചാൽ മതിയടാ. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ മതി. ഇപ്പോൾ നമ്മൾ വലുതായിട്ടൊന്നും സ്ട്രഗിൾ ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഇപ്പോൾ നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് നമ്മളുടെ ഒരു ത്രഷോൾഡ് ഉണ്ട്. അത്രയും മതി. എന്തായാലും കൂളായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ. തുള്ളിമഞ്ഞിനുള്ളിൽ പൊള്ളിയുറഞ്ഞു തങ്കലിപിയുള്ളൊരു സൂര്യജാ